പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഇന്നും കോവളത്തെത്തിയിട്ടുണ്ട്. ചിപ്പി വാങ്ങിക്കുക, പറ്റുമെങ്കിൽ മീൻ പിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെയൊക്കെ സ്കൂബ ഡൈവിങ്ങിനൊക്കെ ആളുകൾ നിൽക്കുന്നു. ചിപ്പി എടുക്കാനാവുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും പോയി നോക്കട്ടെ. ഇത് എൻ്റെ അവിടെ ഒരാൾ ചൂണ്ടിട്ടുകൊണ്ടിരിക്കുന്നു. ഓർഡർ എന്തെങ്കിലും ഒക്കെ ഉണ്ട്. കിട്ടിയെന്തോ കിട്ടണേ കിട്ടിട്ട് നമുക്കിവിടെ നോക്കാം. ഇതാണ് നമ്മുടെ ചൂണ്ട. ഒരുപാട് വലുതല്ല, മീഡിയം സൈസ്. പിന്നെ അത് ഒരു വെയിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ അമ്മ കറി വയ്ക്കാൻ വാങ്ങിച്ച മീനിൽ നിന്ന് ഞാൻ ഒരു മീൻ തലയും കൂടെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഇതിനകം കൊടുത്തിടാം. അവർക്കിപ്പോൾ ഒരു മീൻ കിട്ടിയായിരുന്നു, വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മളിത് ചൂണ്ടിട്ട് വെച്ചിട്ടുണ്ട്. ഒരു ശംഖ് കിട്ടി. ഈ സൈഡിൽ നിന്നത് ഈ സൈഡിൽ ഇത് കണ്ട ഈ കക്കയുടെ ഇടയിൽ ശംഖുകൾ ഇരിപ്പുണ്ട്. അപ്പോൾ അതും കൂടെ കിട്ടണേ നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ സിപ്പ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. പുള്ളി സിപ്പ് എടുത്തുകൊണ്ട് വരും. ഇത് അവിടെയാണ് നിൽക്കുകയാണ് പുള്ളി. നമുക്കിത് ആ കക്കയുടെ ഇടയിൽ നിന്ന് ഇത്രയും ശംഖ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചിപ്പിയുടെ കൂടെ ഇതിനെ കൂടെ ഇട്ട് അവിക്കുക. എന്തായാലും ചൂണ്ടിട്ടിട്ട് ഇതൊരു അനക്കവും ഇല്ല. എന്തായാലും നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കത് ഇതുവരെ ഒരു മീനും കിട്ടിയിട്ടില്ല. അവർക്കത് പിന്നെ ഒന്നൊക്കെ കിട്ടി. നമുക്ക് പക്ഷേ വേറൊരു സാധനം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ പുതിയൊരു ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചത് കുറേ ശംഖ് നുള്ളിപ്പറയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗ്യാപ്പിനകത്ത് ഒരു കുപ്പിയിൽ കമ്പ് കെട്ടിയിട്ട് ഇതാണ് നമ്മുടെ ടെക്നോളജി. ഇത് ഉപയോഗിച്ച് നുള്ളിപ്പറക്കി എടുത്തുകൊണ്ടിരിക്കുന്നു. താഴെയൊക്കെ വലുത് പോലെ തിരുപ്പുണ്ട്. അങ്ങ് താഴെ, ഏറ്റവും താഴെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വലുത് തോന്നിയിരിക്കുകയാണ് എൻ്റെ ഇവിടെയായിട്ട്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ശംഖുകളെല്ലാം ഒന്നിച്ച് കാണിച്ചു തരാം. മീൻ കിട്ടുകയാണെങ്കിൽ അതും കാണാം. നേരത്തെ പറഞ്ഞ വലുതിനെ എടുക്കാനുള്ളൊരു ശ്രമമാണ്. കിട്ടിയാട്ടാ ഇവിടെ അമ്മ എന്ത് വലിയ സാധനം വേണ്ടേ. വലിയ ശംഖ്. ഇത് പക്ഷെ വേറെ മോഡലാണെന്ന് തോന്നുന്നു കേട്ടോ. ഏറ്റവും വലുത് അതുകൊണ്ട് ഇത്രയും ശംഖ് കിട്ടിയ മുകളിൽ കുറച്ചിരിപ്പുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം ഇനി കിട്ടുമെന്ന്. ചിപ്പി എടുക്കാൻ പറഞ്ഞ ആളത് ചിപ്പി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിപ്പി എടുക്കാൻ പോകണം. ചൂണ്ടയ്ക്ക് ഇതുവരെ ഒന്നും കിട്ടിയില്ല. കുറച്ച് ശംഖ് കിട്ടി. എല്ലാം കൂടെ അവസാനം കാണിച്ചു തരാം. എന്തായാലും ഇങ്ങനത്തെ ചിപ്പിനെ കാണിച്ചു തരാം. അവിടെ നിൽപ്പുണ്ട്. ഇത്രയാണ് നമുക്കിന്ന് കിട്ടിയ ചിപ്പി. ചെറുതാണ്, തീരെ ചെറുതാണ്. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം അതാണ്. അത് ശംഖുകളും ഉണ്ട് കേട്ടോ. ഞങ്ങൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ എടുക്കാനായിട്ട് എൻ്റെ കിടക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിനങ്ങ് വാരിയിടാം. ചാക്കര കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം വാരി പറക്കിയിട്ട് നമുക്ക് അവരെടുത്തുകൊണ്ട് വന്നേലുണ്ടല്ലോ. 3 ശംഖുണ്ടായിരുന്നു. വേറൊരു മാമനെ കണ്ട് പുള്ളി നമുക്ക് ശംഖ് എടുത്ത് തരാമെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും മാമ പോയി എടുത്തിട്ട് വരും. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാം. അത് ഈ ചിപ്പിനുണ്ടല്ലോ നമ്മളത് ഇങ്ങനെ അടി അടിക്കുമ്പോൾ പൊട്ടും. എന്നിട്ട് ഇതിൻ്റെ ചത എടുത്തിട്ടാണ് കുരുക്കണത്. ഇതിനെ ഇങ്ങനെ എടുത്ത് കുരുത്ത് ഇതുപോലെ കുരുത്തെടുത്തിട്ടുണ്ട്. പിന്നെ നോക്കി ടോക ഫ്രണ്ട്സ്, നമുക്കത് ആദ്യത്തെ മീൻ അടിച്ചിട്ടുണ്ട്. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം കുഴപ്പമില്ലാത്തൊരു മീൻ കിട്ടിയിട്ടുണ്ട്. വരാനാണ്. എന്തായാലും നമുക്ക് നോക്കാം ഇനി കിട്ടുമെന്നുള്ളത്. അപ്പം നമ്മുടെ ശംഖെത്തിയിട്ടുണ്ട്. 200 ശംഖുണ്ട്. പുള്ളി നമ്മുടെ ചിപ്പ് എടുത്തുകൊണ്ട് പോകുന്നു. എന്തായാലും നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. സാധനങ്ങളൊക്കെ പറ്റുമെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. അല്ലാതെ പാക്ക് ചെയ്ത് മീൻ വേറെ ഒന്നും കിട്ടിയില്ല. എന്തായാലും നമുക്ക് കാണാം. ഫ്രണ്ട്സ്, നമ്മളത് വീട്ടിൽ എത്തിയിട്ടുണ്ട്. ഇത്രയും നമ്മളവിടെ നിന്ന് പറക്കിയതാണ്. ഇത് നമ്മളവിടെ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ ഇതിനോട് നമുക്ക് അപ്പോൾ ഇത്രയും ശംഖുമുണ്ട്, ഇത്രയും ചിപ്പിയുണ്ട്. മീനിനെ ഇവിടെ കാണിച്ചു തരാം. ചൂണ്ടയിട്ടതിൻ്റെ പേരിൽ ഒരു മീനും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് അടുത്തൊരു ഡ്രോയിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം.